സൈഫുദ്ദീൻ സംസ്ഥാന സർക്കാരിൻ്റെ ആദരവ് നൽകിക്കഴിഞ്ഞു. ഇനിയിപ്പോഴുള്ളത് സംസ്കാര ചടങ്ങുകളാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഉടനെ തന്നെ ഇവിടെ നിന്നും മൃതദേഹം പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. ചങ്ങമ്പുഴ പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ആദരവ് അല്പസമയത്തിന് മുൻപാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ എല്ലാ ആദരവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് രാമചന്ദ്രൻ യാത്രയാകുന്നത്. മന്ത്രിമാർ സമീപമുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. ഒപ്പം മന്ത്രി പി രാജീവ്, ഹൈബീഡ് എം പി അടക്കമുള്ള ജനപ്രതിനിധികളടക്കം അരികിലുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം കൺമുൻപിൽ അല്ലെങ്കിൽ ഇവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആദരവ് ഏറ്റുവാങ്ങി രാമചന്ദ്രൻ യാത്രയാകുന്നത്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഉടനെ തന്നെ പൊതുശ്മശാനത്തിലേക്ക് മൃതദേഹം വാഹനജാഥയായി തന്നെ കൊണ്ടുപോകും. ഇങ്ങോട്ട് എങ്ങനെയാണോ കൊണ്ടുവന്നത് അതുപോലെ തന്നെ ആളുകൾ മൃതദേഹത്തെ അനുഗമിക്കും. ആദരവ് നൽകിക്കൊണ്ട് തന്നെയാകും, അതേ ആദരവ് നൽകിക്കൊണ്ട് തന്നെയാകും പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുക. അവിടെ വരെ ആളുകൾ വാഹനജാഥയെ അനുഗമിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാ ആദരവുകളും എല്ലാവരുടെയും സ്നേഹവും പുഷ്പങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് രാമചന്ദ്രൻ യാത്രയാകുന്നതെന്ന് തന്നെ വേണം പറയാൻ. ആദ്യ ദിവസം മുതൽ ഈ ആളുകളുടെ സ്നേഹവും ആദരവും തന്നെ രാമചന്ദ്രനും കുടുംബത്തിനും ലഭിക്കുന്നതായി നമ്മൾ കണ്ടിരുന്നു. വലിയ ഞെട്ടലോടെയാണ് ഈ നാട് രാമചന്ദ്രൻ്റെ വിയോഗ വാർത്തയറിഞ്ഞത്. ആ വാർത്തയറിഞ്ഞ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഈ വീട് ഇടപ്പള്ളിയിലെ ഈ നീരാഞ്ജനം ആളുകളാൽ സജീവമായിരുന്നു. ഉറ്റവരും ബന്ധുക്കൾക്കും പുറമെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അതായത് രാമചന്ദ്രനെ നേരിട്ടറിയില്ലാത്ത ആളുകൾ പോലും, അങ്ങനെ നിരവധി ആളുകൾ പോലും ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. രാമചന്ദ്രൻ ആദരം അർപ്പിക്കാൻ, ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ, കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ നിരവധി ആളുകൾ എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. അത് ഏകദേശം ഒരു അന്ത്യത്തിലേക്ക് എത്തുന്ന കാഴ്ച. ആളുകളുടെ സ്നേഹവും ആദരവും സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളും ഒക്കെ ഏറ്റുവാങ്ങി ഒരു വൈകാരിക വിട നൽകലിന് അല്ലെങ്കിൽ ഒരു വൈകാരിക വിട പറയലിന് ഈ നാട് സാക്ഷിയാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ, അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയായിരുന്നു അല്പം മുമ്പ് കഴിഞ്ഞത്. സംസ്ഥാന സർക്കാരിൻ്റെ ആദരവിനൊപ്പം ഈ ബന്ധുക്കളാണെങ്കിലും അടുത്ത കുടുംബാംഗങ്ങളൊക്കെയും വളരെ വൈകാരികമായി രാമചന്ദ്രനെ യാത്രയാക്കി. അതുമാത്രമല്ല, ഇവ കണ്ടുനിന്ന ആളുകളുടെ കണ്ണിൽ നിന്ന് പോലും കണ്ണീർ വരുന്ന തരത്തിൽ അത്രയധികം ആളുകൾ നെഞ്ചേറ്റിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വിടപറയലെന്ന് പറയുന്നത്. അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ലാത്ത ആളുകൾക്ക് പോലും അത്രയധികം പ്രിയപ്പെട്ടതാകുന്നു, അല്ലെങ്കിൽ അത്രയധികം വേദന ഉളവാക്കുന്നതാകുന്നു എന്നത് അത്തരത്തിലൊരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കണ്ടത് അത് തന്നെയാണ്. ഇന്നലെ ഒക്കെ രാത്രി ഏറെ വൈകിയും നിരവധി ആളുകൾ വീട്ടിലേക്ക് എത്തുന്നു, കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നു, മന്ത്രിമാരെത്തുന്നു, ജനപ്രതിനിധികളെത്തുന്നു, കുടുംബാംഗങ്ങളുടെ സങ്കടത്തിനൊപ്പം ചേരുന്നു. രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറെ ജനങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ എല്ലാവരോടും പറഞ്ഞ്, അയൽവാസികളോട് പറഞ്ഞ്, അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ അറിയിച്ച് തങ്ങൾ ഇത്തരത്തിലൊരു വിനോദയാത്ര പോവുകയാണ്, തൻ്റെ കൊച്ചുമക്കൾക്കൊപ്പം, ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ഒരു വിനോദയാത്ര പോവുകയാണ് എന്ന് പറഞ്ഞ് അത്രയും സന്തോഷപൂർവ്വം ഉല്ലാസയാത്രയ്ക്കായി പോയ രാമചന്ദ്രൻ്റെ തിരിച്ചുവരവ് ഇത്രയധികം ആളുകൾക്ക് സങ്കടമുളവാക്കുന്നതാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചേതനയേറ്റുള്ള തിരിച്ചുവരവ് നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ആ ഒരു ഞെട്ടലിൽ നിന്ന് നാട്ടുകാർ ഇപ്പോഴും മുക്തി നേടിയിട്ടില്ല. കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിലേറെ പരിതാപകരമാണ്, അല്ലെങ്കിൽ അതിലേറെ ദുഃഖം അവർ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ മകളുടെയൊക്കെ പ്രതികരണം കഴിഞ്ഞ ദിവസം കണ്ടതുകൂടിയാണ്. ആദ്യഘട്ടത്തിൽ ഒരു പകച്ചുപോയെങ്കിലും പ്രതിസന്ധികളിൽ ഒപ്പം നിന്ന്, അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാതെ മകൾ വളരെ സ്ട്രോങ് ആയി, അല്ലെങ്കിൽ വളരെ നന്നായി ആ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ മകളുടെ അനുഭവവും ഒക്കെ നമ്മൾ ഞെട്ടലോടെ തന്നെയാണ് കണ്ടത്. അത്രയധികം ഒരു ജീവിതത്തിൽ ഒരു മകൾക്ക് ലഭിക്കാവുന്ന, അല്ലെങ്കിൽ മകൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആ മകൾ കടന്നുപോയതെന്ന് നമ്മൾ കണ്ടതാണ്. രാമചന്ദ്രൻ്റെ ഭാര്യ ഷീലയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ വിയോഗം എന്ന് പറയുന്നത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഒരു ഹൃദ്രോഗി കൂടിയാണ് ഷീല എന്ന് പറയുന്നത്. അപ്പം ഷീല ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ മാത്രം
നിന്നാണ് കാര്യം അറിഞ്ഞത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ രാമചന്ദ്രൻ മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞത് അപ്പോൾ മാത്രമാണ്. ബന്ധുക്കളൊക്കെ ആദ്യ ദിവസങ്ങളിൽ ഈ ഒരു വാർത്ത അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാരണം ഹൃദ്രോഗി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ വിഷമങ്ങളൊന്നും പെട്ടെന്ന് താങ്ങാനുള്ളൊരു ശേഷി ഉണ്ടാകില്ല എന്ന് ബന്ധുക്കൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അവസാനം മകനും മകളും ഒരുമിച്ച് ചേർന്ന് ഇത്തരത്തിൽ ഭാര്യ ഷീലയെ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കുന്നത്. ഇന്നും ഒക്കെ നമ്മൾ ആ കുടുംബത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. രാവിലെ മോർച്ചറിക്ക് മുന്നിൽ വരെയും കരയുന്ന ഭാര്യയെയും മക്കളെയും ഒക്കെയാണ് നമ്മൾ ആ ഒരു ട്രോമയിൽ നിന്ന്. ശരി, എൻ രാമചന്ദ്രന് വിട നൽകുകയാണ് നാട്. 26 പേരാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ടത്. അതിലേക മലയാളിയാണ് ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ. 1.5 മണിക്കൂറോളം നേരം വീട്ടിൽ ബന്ധുക്കൾക്കും ഉറ്റവർക്കുമായി കാണാൻ വേണ്ടി മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം സർക്കാരിൻ്റെ ഔദ്യോഗിക ആദരവുകളും കഴിഞ്ഞ് സംസ്കാര നടപടികളിലേക്ക്. വിശദാംശങ്ങൾ നൽകിയത് ലിഡിയ ജേക്കബ്. ഇടവേള.